ഒരു തത്വശാസ്ത്രപരമായ ഒരു ആശയമായിട്ട് കണക്കാക്കാനേ പറ്റൂ. ഇന്നത്തെ മുതലാളിത്ത വ്യവസ്ഥിതിയിൽ ഈ ആശയം വെച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഈ മിച്ചമൂല്യം അളന്നു നോക്കുക സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ക്യാപിറ്റൽ വ്യവസ്ഥയിൽ. കാരണം മാർക്സിൻ്റെ കാലത്ത് രാഷ്ട്രം സാമ്പത്തിക വ്യവസ്ഥയിൽ ഇടപെട്ടില്ല. അപ്പോഴൊരു മുതലാളിക്ക് ഒരു ഫാക്ടറി തുടങ്ങണമെങ്കിൽ അയാൾക്ക് സ്റ്റേറ്റിൽ നിന്ന് ലോൺ കിട്ടില്ല. അയാൾ സ്വന്തമായിട്ട് പൈസ കൊണ്ടുവരണം, ആദ്യമായിട്ട് മൂലധനം. പിന്നെ ഒരു ഫാക്ടറി തുടങ്ങാനാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടേ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവിടെ ആ സ്ഥലത്ത് റോഡ് വേണം, ആ സ്ഥലത്ത് വെള്ളം വേണം, ഇലക്ട്രിസിറ്റി വേണം. അതെല്ലാം അയാൾ നോക്കേണ്ട കാര്യങ്ങളാണ്. അതെല്ലാം അയാളുടെ മൂലധനത്തിൽ നിന്ന് ചിലവഴിച്ചിട്ട് അയാൾ റോഡ് വെട്ടണം, കിണർ ഒഴിക്കണം, ഫാക്ടറി നടക്കണമെങ്കിൽ. ബസ് സർവീസ് വേണ്ടേ, ബസ് ഇടിക്കണം അയാൾ. യൂറോപ്പിലൊക്കെ ഈ റെയിൽവേ സിസ്റ്റം തുടങ്ങിയത് ക്യാപിറ്റലിസ്റ്റുകളായിരുന്നു. അവരുടെ ഫാക്ടറി നടത്താൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറെല്ലാം ഇട്ടുകൊടുത്ത അവരാണ്, മനസ്സിലായില്ലേ. അതുപോലെ അല്ല ഇന്നത്തെ സ്ഥിതി. ഇന്ന് ക്യാപിറ്റലിസ്റ്റുകൾക്ക് ഗവൺമെൻറ്റിന് ലോൺ കിട്ടുന്നു. ആ ഗവൺമെൻറ്റിന് ലോൺ കൊടുക്കാൻ പൈസ കിട്ടുന്ന എവിടെ നിന്നാണ്? ജനങ്ങളിൽ നിന്ന്. ആ ജനങ്ങളിൽ ഈ തൊഴിലാളികൾ ഉൾപ്പെടില്ലേ, അവർക്കും കരക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ പല ടാക്സ് ആയിട്ട് പലതും ഗവൺമെൻറ് കൊടുക്കാനുണ്ട്. തൊഴിലാളികളും അങ്ങനെ സംഭാവന ചെയ്യുന്നുണ്ട്. അപ്പം ഗവൺമെൻറ് ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ മൂലധനം മാത്രമല്ല. പോരെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം ഉണ്ടാക്കുന്ന ആരാണ്? ഗവൺമെൻറ്. ഈ റോഡ് സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഗവൺമെൻറ്. ഇൻഫ്രാസ്ട്രക്ചർ അതിൻ്റെ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതൊരു ടെക്നിക്കൽ ടേമാണ്. ഈ ഫാക്ടറികളെ പറ്റി പറയുമ്പോൾ ആ ഫാക്ടറി നടത്താനായിട്ട് ചില സാഹചര്യങ്ങൾ വേണമല്ലോ. ചട്ടവട്ടങ്ങൾ. ഒരു ഫാക്ടറി നടത്താൻ വെറുതെ ഒരിടത്ത് പോയി ഒരു ഫാക്ടറി പണിതാൽ പറഞ്ഞല്ലോ. അവിടെ റോഡ് വരണ്ടേ, വേലക്കാർക്ക് വരണ്ടേ, ബസ് വരണ്ടേ, വെള്ളം വേണ്ടേ, ഇലക്ട്രിസിറ്റി വേണ്ടേ. അതല്ല ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ ഇൻഫ്രാസ്ട്രക്ചർ സൂപ്പർ സ്ട്രക്ചർ എന്ന് വാക്ക് ഉപയോഗിച്ചില്ലേ. അതായത് ഉപരിഘടന അടിസ്ഥാന. This is the lecture in the afternoon of the second day. ഇനി അപ്പോൾ മനുഷ്യൻ്റെ സാമൂഹിക സത്ത ക്രയവിക്രയ സാധനങ്ങളുള്ള ബന്ധമായിട്ട് വികസിതമായിട്ട് become distorted, deviated ആയി മാറുന്നു. ഇതിൻ്റെ വേറൊരു രൂപഭേദമാണ് പണം എന്ന് പറയുന്നത്. മണി എക്സ്ചേഞ്ചിൻ്റെ എല്ലാം മധ്യസ്ഥ പണമാണല്ലോ. മധ്യസ്ഥനായിട്ട് നിലകൊള്ളുന്നത്. ഞാൻ പൈസയും കൊണ്ടാണ് വാങ്ങിക്കാൻ ചെന്നത്. എനിക്ക് പൈസ കിട്ടുക തന്നെ ഒരു പക്ഷേ എനിക്ക് വല്ല കമ്മോഡിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അത് വിറ്റിട്ട് ഞാൻ 40 രൂപ എങ്ങനെയോ സമ്പാദിച്ചു. 40 രൂപയും കൊണ്ട് ഞാൻ അവിടെ ചിലവടി ചെയ്യുന്നു. അപ്പോൾ ഈ മനുഷ്യൻ തൻ്റെ സാർവത്രികമായ വിശ്വമായ സത്തയെ കമ്മോഡിറ്റിയിൽ നിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞത് ഈ പണത്തിൻ്റെ കാര്യത്തിൽ സാധ്യമാണ്. നമ്മുടെ മനുഷ്യതയെല്ലാം പണത്തിൽ ആരോപിക്കുന്നു. നമ്മുടെ മനുഷ്യസത്ത പണമായിട്ട് ഇപ്പം എല്ലാത്തിൻ്റെയും എസൻസ് ഉണ്ടാക്കുന്ന ഒരു കാലമായല്ലോ. നോക്കുകയാണെങ്കിൽ ഇപ്പം പാവയ്ക്ക കറി വയ്ക്കണമെങ്കിൽ പാവയ്ക്ക ആവണമെന്നില്ല. ആ രുചി കിട്ടാനായിട്ട് പാവയ്ക്കയുടെ സത്തുണ്ട്. ആ സത്ത് വാങ്ങിച്ച് ഒരു തുള്ളിട്ട് ഞങ്ങളുടെ കറിയിൽ എന്തൊരു പാവയ്ക്കയുടെ രുചി ഉണ്ടായി. വിശുദ്ധ സാധനം ഭക്ഷിക്കാൻ വിശുദ്ധ സാധനം ഭക്ഷിക്കാനും കിട്ടും. സ്പൈസസിന്റെ എല്ലാം അങ്ങനെയല്ലേ. എല്ലും കുരുമുളകും ഗ്രാമ്പിന്റെ എല്ലാത്തിനും ഒരു സത്തെടുത്ത് പിശിഡിൽ ഒന്ന് കവർ ചെയ്യും, പോളിഷ് ചെയ്യും, മണം ചേർത്തിട്ട് മാർക്കറ്റിൽ കൊടുക്കും. എന്നെ പിശിടെന്ന് പറഞ്ഞ് പിശിഡിന് സത്തെടുത്ത് കഴിയും. ബാക്കിയുള്ളത് അതെ മാർക്കറ്റിൽ. അപ്പോൾ മഞ്ഞൾ പോളിഷ്ഡ് മഞ്ഞളൊന്നും അതെ. അതീ പറഞ്ഞാൽ മഞ്ഞളിലെ സത്തെടുത്ത് കഴിഞ്ഞാൽ പോളിഷ് ചെയ്ത് അയക്കുന്നതാണ്. അതുപോലെ
ഈ മനുഷ്യത എന്ന് പറയുന്ന മനുഷ്യന്റെ വിശ്വമായ ആ സത്ത ഉണ്ടല്ലോ, സാമൂഹ്യ സത്ത, ആ വിശ്വസത്ത, അത് പിഴിഞ്ഞെടുത്ത എസൻസ് ആണ് ഈ പണം എന്ന് പറയുന്ന ഒരു വിധത്തിൽ മനുഷ്യസത്ത അങ്ങനെ അവതരിച്ചിരിക്കുന്നു. എന്നിട്ട് ആ പണത്തിന് മനുഷ്യനുണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളുമുണ്ട്. മനുഷ്യനുണ്ടാവേണ്ടത്. അപ്പോൾ എൻ്റെ പോക്കറ്റ് നിറച്ച് പണമുണ്ടെങ്കിൽ, പേഴ്സ് നിറച്ച് പണമുണ്ടെങ്കിൽ എനിക്ക് ആ പണം കൊണ്ട് ഈ ലോകത്തിൽ ഉള്ളതെല്ലാം ഉണ്ട്. സാധാരണ മാനുഷിക ബന്ധങ്ങളിലൂടെ കിട്ടേണ്ടത്, കിട്ടാത്തത് പോലും എനിക്ക് പണം വഴി കിട്ടും. ഞാൻ സ്നേഹിക്കാൻ കൊള്ളാത്തൊരു മനുഷ്യനാണ്, ആർക്കും എന്നെ കണ്ട അറപ്പ് തോന്നും എന്ന് വിചാരിക്കാൻ. എൻ്റെ ഈ പണം ഉണ്ടെങ്കിൽ എനിക്ക് സ്നേഹം വാടകയ്ക്ക് എടുക്കാൻ പറ്റും. ഒരു ടൗണിലോട്ട് ഇറങ്ങി ചെന്നാൽ മതി. എത്ര പെൺപിള്ളേർ അവരുടെ സ്നേഹമായിട്ട് പിന്നാലെ വരുമെന്നറിയാം. സ്നേഹം വാടകയ്ക്ക് എടുക്കാം. എനിക്ക് തലയിലൊന്നുമില്ലായിരിക്കും, വളരെ മണ്ടനായിരിക്കുമേ. പക്ഷേ സാധാരണ ലോകത്തിൽ ഞാൻ മണ്ടനാണെങ്കിൽ ഞാൻ ഒരു സാറിൻ്റെ അടുത്ത് പോയി പഠിക്കും, അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഒരാൾ ചോദിക്കും, സാറേ എങ്ങനെയാണ് ചെയ്യേണ്ട ഒരു കാര്യം. അതില്ല, അതിന് ചെയ്യേണ്ട ആവശ്യമില്ല. പണം ഉണ്ടെങ്കിൽ എനിക്ക് PhD കാരിയെ അല്ലെങ്കിൽ PhD കാരനെ എൻ്റെ സെക്രട്ടറി ആയിട്ട് നിയമിക്കാൻ പറ്റും. ഞാനാണ് മാനേജിംഗ് ഡയറക്ടർ, പക്ഷെ എവളാണ് കാര്യം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പണം ഉണ്ടെങ്കിൽ എനിക്ക് MLA ആകാം, രാഷ്ട്രീയമായ അധികാരം കിട്ടും, ശക്തി കിട്ടും. പണമുണ്ടെങ്കിൽ എനിക്ക് എവിടെയും പോകാം. എനിക്ക് എൻ്റെ കാല് മന്ത് പിടിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് നീങ്ങത്തിൽ ഇവിടുന്ന് അവിടം വരെ. എനിക്ക് പണമുണ്ടെങ്കിൽ എനിക്ക് അമേരിക്കയിൽ നിന്നിട്ട് പിറ്റേന്നോടെ പറഞ്ഞോടെ വരാം. എൻ്റെ കണ്ണിന് കാഴ്ച കുറവാണ്, പക്ഷെ പണമുണ്ടെങ്കിൽ എനിക്ക് ദൂരദർശിനി വാങ്ങാം, എന്നിട്ട് ദൂരെയുള്ളത് നല്ലപോലെ കാണാം. അതും പോരെങ്കിൽ എനിക്ക് ടെലിവിഷൻ വാങ്ങാം. അപ്പോൾ ഡൽഹിയിൽ നടക്കും ഇന്ദിരാഗാന്ധി ഉടുത്ത് ഒരുങ്ങി സഭയിലേക്ക് വരുന്നില്ല, എനിക്ക് ഭംഗിയായിട്ട് വീട്ടിൽ കാണാം. എൻ്റെ കണ്ണിന് കാഴ്ചയില്ല, പക്ഷെ പണം കൊണ്ട് എനിക്ക് കാണാൻ പറ്റും. അങ്ങനെ പണം ഒരു ദൈവമായിട്ടില്ല, പണം ഈശ്വരനായിട്ടില്ല. പണം ഉണ്ടെങ്കിൽ എല്ലാം എനിക്കുണ്ട്. അപ്പോൾ എല്ലാ മാനുഷിക ബന്ധങ്ങളും പണത്തിൻ്റെ ബന്ധങ്ങളായിട്ടാണ്. ഓൾ ഹ്യൂമൻ റിലേഷൻസ് ബിക്കം മോണിറ്ററി റിലേഷൻസ്. പണബന്ധങ്ങളായി, പണത്തിൻ്റെ നാണ്യബന്ധങ്ങളായിട്ട് അധപ്പതിക്കുന്നു. ഇതാണ് നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. ഇന്ന് നമ്മളെ മനുഷ്യരായിട്ട് നോക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഞാനൊരു കടയിൽ കയറി ചെന്നാൽ അയാൾ നോക്കുന്നത് ഈ മനുഷ്യന് എന്തുമാത്രം പണമുണ്ടെന്നാണ്. ആ പണമുള്ളതനുസരിച്ച് അയാളുടെ ചിരി ഒന്നുകിൽ വികസിക്കും, അല്ലെങ്കിൽ അതിങ്ങനെ ചുരുങ്ങിട്ടും. അത് ഒത്തിരി പണമുള്ള ഉണ്ടെന്നറിഞ്ഞാൽ അയാളുടെ തുട ഇങ്ങനെ ഈ സീറ്റുണ്ടല്ലോ ഫൗണ്ടേഷൻ്റെ അല്പം ഇളകും. അയാൾ എഴുതിച്ചില്ല. എനിക്കുള്ള പണം അനുസരിച്ച് എനിക്ക് പണം ഒട്ടുമില്ലെങ്കിൽ താഴ്ന്നിരിക്കും. ഇതാണ് പണത്തിൻ്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. പണം ഒരു ദൈവമായിട്ട് നിൽക്കുകയാണ്. ഈ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയിലെ ഏറ്റവും വലിയ ദൈവമാണ് ഈ പണമെന്ന് പറയുന്നത്. മാർക്സ് ഇതിനെപ്പറ്റി വളരെ സുന്ദരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഷേക്സ്പിയറെ ഉദ്ധരിച്ചുകൊണ്ട്. ഷേക്സ്പിയറിൻ്റെ ടിമോൺ ഓഫ് ആഥൻസിൽ എന്ന് പറയുന്ന നാടകമുണ്ടല്ലോ, അത് വായിച്ച് നോക്കേണ്ട കേട്ടോ. അതിൻ്റെ ഒരു പഴയ ചെറിയ കോപ്പിയോടെ കണ്ട് ഞാൻ മോഷിച്ചുകൊണ്ട് പോയിട്ട് അവിടെ കണ്ട് വെച്ചിരിക്കുക അറ്റാസിൽ. ടിമോൺ ഓഫ് ആഥൻസ് സോദാവ് വരാതെ കിടന്നാണ് ഒരു കാലത്ത്. അപ്പോഴത് അതിൽ ഒരു വലിയൊരു പാസേജുണ്ട് പണത്തെപ്പറ്റി ഷേക്സ്പിയർ പറയുന്നത്. പണമാകുന്ന വേശിയെപ്പറ്റി മാർക്സ് അത് മുഴുവൻ കോട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ആദ്യകാലത്തെ ഒരു ലേഖനത്തിൽ. ഇങ്ങനെ നമ്മൾ അന്യവൽക്കരണത്തെപ്പറ്റിയാണ് പറഞ്ഞത്. ഉൽപ്പന്നം അന്യവൽകൃതമാകുന്നു, ഉൽപാദനം അന്യവൽകൃതമാകുന്നു, ഉൽപാദകനും അന്യവൽകൃതമാകുന്നു, അവൻ്റെ സാമൂഹികമായ സത്ത അന്യവൽകൃതം. ഇവിടെ മാർക്സ് ഈ മതപരമായ അന്യവൽക്കരണത്തിനും മുൻനിഴലിപ്പ് കാണുന്നുണ്ട്. അതിനാണ് നമ്മൾ ഈ അനാലിസിസ് എല്ലാം നടത്തുക, അതിനുവേണ്ടി അത് കാണിക്കാനായിട്ടാണ്.
അതിൻ്റെ ടെസ്റ്റുകളെല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ. മുപ്പത്തി 39 മുതൽ 39-40 ഞാനിതവിടെ സ്കെമാറ്റിക്കായിട്ട് അതിൻ്റെ ഒരു പറഞ്ഞു തരാനാണ്. കാരണം ഇനി അധികം ക്ലാസ്സുകളില്ല, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. മനുഷ്യൻ മനുഷ്യന് അവൻ്റെ ഉൽപ്പന്നത്തെ നഷ്ടപ്പെടുന്നു. ഉൽപ്പന്നം അവനിൽ നിന്ന് പറിച്ചെടുക്കപ്പെടുന്നു. ആ ഉൽപ്പന്ന മൂലധനമായിട്ട് അവനെ ഭരിക്കുന്ന, അവനെ അടിമയാക്കുന്ന ഒരു ശക്തിയായിട്ട് ഉൽപ്പന്നം ശക്തിയായിട്ട്. അതുപോലെ ഇത് ഇൻഫ്രാസ്ട്രക്ചർ, ഈ സമൂഹത്തിൻ്റെ അടുത്തറിയാൻ നടക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു പ്രതിബിംബനം എന്ന പോലെ ഇവിടെ മനുഷ്യൻ ദൈവത്തെ ഉൽപ്പന്നമായിട്ട് സൃഷ്ടിക്കുന്നു. ദൈവം മനുഷ്യൻ ഉത്പാദിപ്പിച്ചാണ്, ഉൽപ്പന്നമായിട്ട് സൃഷ്ടിക്കുന്നു ദൈവം. മനുഷ്യന് വേല ചെയ്യുന്നവൻ അവൻ്റെ ഉൽപ്പന്നം നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്ന ഉൽപ്പന്നം അത് കുന്നുകൂടിയിട്ട് മൂലധനമായിട്ട് പിന്നെ അവനെ ഭരിക്കുകയാണ്, അവനെ അടിമപ്പെടുത്തുന്നു, ഭരിക്കുന്നു. അവൻ സൃഷ്ടിക്കുന്ന അവൻ്റെ സൃഷ്ടി, അവൻ്റെ കൈവേല അവനെ ഭരിക്കുന്ന, അവനെ നിയന്ത്രിക്കുന്ന ശക്തിയായിട്ട്. അതുപോലെ തന്നെ മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിക്കുന്നു. ദൈവം മനുഷ്യൻ്റെ ആധ്യാത്മികമായ ഉൽപ്പന്നമാണ്. ആ ഉൽപ്പന്നം തിരിച്ച് മനുഷ്യനെ ഭരിക്കുകയും അടിമപ്പെടുത്തുകയും. അപ്പോൾ ഈ മതത്തിൻ്റെ തലത്തിൽ, മതാവബോധത്തിൻ്റെ തലത്തിൽ നടക്കുന്നത് ഒരു വിധത്തിൽ ഈ സാമ്പത്തിക ഘടനയുടെ ഉള്ളിൽ നടക്കുന്നത്. ഈ സാമ്പത്തിക സമ്പ്രദായത്തിൻ്റെ വ്യവസ്ഥയുടെ ഉൽപാദന രീതിയുടെ ഉള്ളിൽ നടക്കുന്നതിൻ്റെ ആശയപരമായ പ്രതിബിംബനമാണ് ഈ മതവിശ്വാസത്തിൽ കാണുന്നത്. ഇത് ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന പ്രക്രിയ എടുക്കാം. മനുഷ്യൻ പ്രയത്നിക്കുന്നു, അധ്വാനിക്കുന്നു. പക്ഷേ ഈ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയിൽ മനുഷ്യനാണ് ഈ ക്യാപിറ്റലും എല്ലാം മൂലധനമെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് മനുഷ്യൻ്റെ ചെയ്തിയാണ്. പക്ഷേ നമുക്ക് അനുഭവപ്പെടുന്നത് പലപ്പോഴും മറിച്ചാണ്. അതായത് മൂലധനമാണ് എല്ലാം ചെയ്യുന്നത്. മൂലധനമാണ് ഈ വികാസത്തിൻ്റെ എല്ലാം കാരണം. ക്യാപിറ്റലിസ്റ്റുകൾ പലപ്പോഴും പറയല്ലേ, ഞങ്ങൾ ഫാക്ടറി തുടങ്ങുന്നുണ്ട് സാമൂഹ്യ സേവനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറയുന്ന കേട്ടാൽ ഈ ക്യാപിറ്റൽ ആണ് ഈ വികാസത്തിൻ്റെ എല്ലാം കാരണമെന്ന് വരും. വാസ്തവത്തിൽ സമുദായത്തിലെ ഇങ്ങനെ സ്വത്ത് പെരുകി വരുന്നത് മനുഷ്യരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ്. മനുഷ്യരുടെ പ്രയത്നം മൂലധനത്തിൻ്റെ പ്രയത്നമായിട്ട് പ്രത്യക്ഷപ്പെടും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്താണ് ഈ നാട്ടിൽ ഒത്തിരി പുരോഗതി ഉണ്ടായി, ഇന്നയാൾ ഇന്ന മുതലാളി വന്ന് ഒരു ഫാക്ടറി തുടങ്ങിയ കാരണം. അപ്പം ഈ പുരോഗതിയെല്ലാം ചെയ്തു വെച്ച അയാളാണ്. വാസ്തവത്തിൽ ചെയ്തു വെച്ച ആരാണ്? മനുഷ്യർ, വേലക്കാരൻ. അപ്പോൾ വേലക്കാരുടെ ചെയ്തി മൂലധനത്തിൻ്റെ ചെയ്തിയായിട്ട് വേലക്കാരൻ നേടിയെടുക്കുമോ അത് മൂലധനം നേടിയെടുത്തായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ മനുഷ്യൻ തന്റെ ചിന്തയിലൂടെ ദൈവത്തെ സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിക്കൽ എന്നുള്ള പ്രക്രിയ ഉണ്ടല്ലോ,
ആ ദൈവത്തിന്റെ പ്രക്രിയയായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെയാണ് എത്തിച്ചെത്തുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതായിട്ട് എല്ലാവർക്കും തോന്നും. അപ്പം മനുഷ്യന്റെ സൃഷ്ടിക്കൽ എന്ന ആ ചെയ്തിയുണ്ടല്ലോ ദൈവത്തിന്റെ ചെയ്തിയായിട്ട് കാണപ്പെടുന്നു. ദൈവമാണ് എല്ലാം സൃഷ്ടിക്കുന്നത്, ദൈവമാണ് എല്ലാം രക്ഷിക്കുന്നത്. വാസ്തവത്തിൽ മനുഷ്യനാണ് സൃഷ്ടിക്കുന്നത്, മനുഷ്യനാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്. ദൈവമാണ് എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകും. ഉൽപ്പന്നത്തെപ്പറ്റി, ഇത്രയും ഉൽപാദന പ്രക്രിയയെപ്പറ്റി. അതുപോലെ മനുഷ്യൻ തന്റെ സാമൂഹ്യ സത്തയെ ദൈവത്തിൽ അർപ്പിക്കുന്നു. സാമൂഹ്യ സത്തയെ, തന്റെ വിശ്വസത്തയെ സോറി ദൈവത്തിലല്ല, കമ്മോഡിറ്റി, ചരക്ക്, പണം, നാണ്യം, ഇത് രണ്ടായിട്ട് സ്ഥാപിച്ച് ഉറപ്പിക്കുന്നു. തൻ്റെ മനുഷ്യ സത്യമാണ്, സാമൂഹ്യ സത്യമാണ് ചരക്കായിട്ടും പണമായിട്ടും വിനിമയമായിട്ടും ഒക്കെ പ്രത്യക്ഷപ്പെടുത്തുന്നത്. അതുപോലെ ഇവിടെ മനുഷ്യന്റെ വിശ്വസത്തയുണ്ടല്ലോ, അത് ഈശ്വരത്തിൽ അർപ്പിക്കപ്പെട്ടു ദൈവസത്തയായിട്ട് ദൈവമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഞാൻ പറഞ്ഞു നേരത്തെ മതം ഉപരിഘടനയിൽപ്പെട്ടതാണ് മതത്തിന്റെ കാഴ്ചപ്പാടിൽ. ഇതെല്ലാം സാമ്പത്തിക സംവിധാനത്തിൽപ്പെട്ടതല്ലേ. അപ്പം സമുദായത്തിൻ്റെ അടിത്തറയിൽ ഇൻഫ്രാസ്ട്രക്ചർ സമുദായത്തിൻ്റെ അടിസ്ഥാന ഘടനയിൽപ്പെട്ടതാണ്. അപ്പോൾ സമുദായത്തിൻ്റെ അടിസ്ഥാന തലത്തിൽ ഒരു അന്യവൽക്കരണം നടക്കുന്നുണ്ട്. മനുഷ്യനും അവൻ്റെ അധ്വാനവും അവൻ്റെ മനുഷ്യൻ്റെ ഉൽപ്പന്നവും അവൻ്റെ അധ്വാനവും അവൻ്റെ ഉൽപാദന പ്രക്രിയയും ഇവിടെ അന്യവൽക്കരിക്കപ്പെടുന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ പ്രതിബിംബനം ആശയതലത്തിലുള്ള മിഥ്യാതലത്തിലുള്ള പ്രതിബിംബനമാണ് ഇവിടെ കാണുന്നത്. അതാണ് മാർക്സിൻ്റെ വാദം. ഇത്രയും പറഞ്ഞിട്ട് ഇനി ഇത് അടുത്ത പ്രസംഗത്തിലേക്ക് മാറ്റിവെക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ, എല്ലാം ഒരു സമാഹാരം പോലെ വേറെ നേരത്തെ നമ്മൾ ഈ മതപരമായ അന്യവൽക്കരണത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അതിൻ്റെ പല വശങ്ങളെയും ചൂണ്ടിക്കാണിച്ചു. ആ വശങ്ങളിൽ ചിലതെങ്കിലും നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത് വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുണ്ടായി. അതിൻ്റെ വശങ്ങൾ പറയാമോ? അന്യവൽക്കരണം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ആശയത്തിൽ ആശയം ഉൾക്കൊള്ളുന്ന വശങ്ങൾ. അന്യാധീനപ്പെടുക